CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം. തോൽവിയുടെ ആഘാതം കൂട്ടിയതിൽ പ്രധാന ഉത്തരവാദിത്തം പിണറായിക്കെന്നും കെ ശൈലജയെ അവഗണിച്ചതിന് ജനം നൽകിയ മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നും വിമർശനം. കെ ബാലനും വെള്ളാപ്പള്ളിക്കും ഒരേ ശബ്ദമെന്നും പാലക്കാട് ജില്ലയിലെ തോൽവിക്ക് കാരണം ജില്ലാ സെക്രട്ടറിയുടെ നിലപാടാണെന്നും അംഗങ്ങൾ പറയുന്നു. സച്ചിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, നേതൃത്വത്തിനെതിരെ ഈ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലാ നേതൃയോഗങ്ങളിലും കടുത്ത വിമർശനമാണ് പാലക്കാട്. സേതു, ഗുഡ് മോർണിംഗ്. പാലക്കാടും സമാനമായ രീതിയിൽ തന്നെയാണ് കടുത്ത വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലാ നേതൃത്വത്തിനെതിരെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചേർന്നുകൊണ്ടിരിക്കുന്ന ഇന്നും തുടരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലടക്കമാണ് രൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. പ്രധാനമായും പിണറായി വിജയൻ ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത് എന്ന കാര്യമാണ് ഭൂരിഭാഗം അംഗങ്ങളും വിമർശിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ ചിത്രം വെച്ചുകൊണ്ട് മാത്രമാണ് പ്രചരണം നടത്തിയത്. ജനകീയരായിട്ടുള്ള LDFിൻ്റെയും CPMൻ്റെയും MLAമാരും അതേപോലെ തന്നെ മന്ത്രിമാരടക്കം ഉണ്ടായിട്ട് പോലും യാതൊരു വിധത്തിലും അത്തരത്തിലുള്ള ഒരു പ്രചരണം സംസ്ഥാനത്ത് എവിടെയും നടന്നിട്ടില്ല. ഘടകകക്ഷി നേതാക്കളെയോ അല്ലെ മന്ത്രിമാരെയോ അവഗണിച്ചു. അത്തരത്തിൽ ഒരു ഏകാധിപത്യ പ്രവണതയ്ക്ക് ഏറ്റ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യമാണ് ഭൂരിഭാഗം അംഗങ്ങളും വിമർശിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ കെ ശൈലജ ടീച്ചറെ തോൽക്കുന്ന മണ്ഡലത്തിലേക്ക് മാറ്റി വലിയ രീതിയിലുള്ള അവഗണനയാണ് കെ ശൈലജ ടീച്ചറോട് പാർട്ടി ചെയ്തത് എന്ന കാര്യവും അംഗങ്ങൾ സൂചിപ്പിച്ചു. ഇത് കൂടാതെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ചതും സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യവും അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയും ഏകാധിപതി പ്രവണതയോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നേതാക്കൾ പറയുന്നതോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ പറയുന്നതോ പ്രവർത്തകർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന കാര്യമാണ് അംഗങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ തോൽവിക്ക് പ്രധാന കാരണം CPMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണെന്ന് ഒരു വിഭാഗം നേതാക്കളെല്ലാം തന്നെ ആരോപിച്ചു. പ്രധാനമായും അത് ചിറ്റൂരിലെ തോൽവി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കൊഴിഞ്ഞാമ്പാറയിലെ വിമത സംഘടനയ്ക്ക് രൂപം നൽകിയത് CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംഘടന രൂപീകരിക്കുന്നത്. കൊഴിഞ്ഞാമ്പാറയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ആ പഞ്ചായത്ത് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ജില്ലയിൽ പ്രതിഫലിച്ചു. അതിൻ്റെ ഭാഗമായാണ് PK ശശി അടക്കമുള്ളവരെല്ലാം പാർട്ടി വിട്ട് ഈ സംഘടനയോടൊപ്പം ചേരുന്ന സ്ഥിതി അടക്കം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെയും പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. മാത്രമല്ല CPMൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലൻ വെള്ളാപ്പള്ളി നടേശനെ പോലെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെയുള്ള വാക്കുകളും പ്രയോഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വിഭാഗീയത, അതായത് വെള്ളാപ്പള്ളിയുടെ വാക്കുകളെല്ലാം വിഭാഗീയതയും വർഗീയ വിഷം തുപ്പുന്നതുമാണ് എന്ന കാര്യമാണ് അംഗങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ CPMനെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, KS സലീഗ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും യോഗം തുടരും. എന്തായാലും വിമർശനങ്ങളുടെ മൂർച്ച സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് ഉയരുന്നത്. സേതു, ശരി സച്ചിൻ. നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. എല്ലാ ജില്ലാ നേതൃയോഗങ്ങളിലും രൂക്ഷ ഭാഷയിൽ തന്നെ അണികൾ വിമർശിക്കുന്നു.